എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ റിന്നിനെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടി വരികയാണ്. കാരണം അവനെ ആരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഒട്ടും ഇഷ്ടാവില്ല. എന്നെ കൊണ്ട് പറ്റില്ല ആരുടെ സപ്പോർട്ടിൽ കളിക്കാൻ. ഞാൻ നല്ലൊരു ഡിഫൻഡറായി ഒരു സ്ട്രൈക്കറായി നല്ല രീതിയിൽ കളിക്കുമെന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് പായും. അതേസമയം നീലത്തലയന്റെ കയ്യിലാണ് ഇപ്പൊ ബോൾ ഉള്ളത്. അവന് ചുറ്റും ഒരുപാട് ഓപ്പണിംഗ് ടീംസിലെ മെമ്പേഴ്സും ഒരു സൈക്കോയായി മാറിയ റിന്നാണെങ്കിൽ ഇപ്പോ അവരുടെ ഇടയിലേക്ക് ചാടി വന്ന് ആ ബോൾ തട്ടിയെടുക്കുകയാണ്. ബ്ലൂ ലോക്കിലെ ടീം മെമ്പേഴ്സ് ആണെങ്കിൽ വണ്ടർ അടിക്കും, ഇവൻ എന്തിനാ നമ്മുടെ ടീമിലുള്ള ആളുടെ കയ്യിൽ നിന്ന് തന്നെ ബോൾ തട്ടിയെടുക്കണേ, ഇവൻ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ പാനിക്കായിട്ട് അവനെ തന്നെ നോക്കും. അവനാണെങ്കിൽ എല്ലാവരോടുമുള്ള ദേഷ്യത്തിലും വെറിയിലും ഇപ്പൊ കണ്ണു കാണുന്നില്ല. അവൻ ഒട്ടും ഇഷ്ടമല്ലാത്തത് അവന്റെ ചേട്ടനെയാണ്. എന്റെ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളും ആളെടുത്ത തീരുമാനവും അത് തെറ്റാണെന്ന് എനിക്ക് തെളിയിക്കണം. അതിനുള്ള ഒരേ ഒരു സമയം ഇത് മാത്രമാണ്. ആരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ ഞൊടിയടയില് ആ ബോളുമായിട്ട് കുതിച്ചു പായും. ആരോടും എനിക്ക് യാതൊരു ബോണ്ടും ഇല്ല, ഇത് എന്റെ മാത്രം കളിയാണെന്ന് പറഞ്ഞ് അവൻ ചാടി ഓടും. ഹീറോ ഇസുക്കി ആണെങ്കിൽ അവന്റെ കൂടെ തന്നെ ഓടി എങ്ങനെയെങ്കിലും അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അവനാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ അവന്റെ തൊട്ട് മുൻപിൽ വന്ന ഒരുപാട് സ്പീഡൊക്കെ ഉള്ള ഒരു ഡിഫൻഡറിനെ ഈസി ആയിട്ട് കടന്നു പോവാണ്. ആ ഡിഫൻഡറിനാണെങ്കിൽ അതൊരു വലിയ ഷോക്കായിരിക്കും. ഇതുവരെ അവനെ ആരും ഇങ്ങനെ മറികടന്നിട്ടില്ല. ഉടനെ ഡറായി ആണെങ്കിൽ ഇപ്പോ റിന്നിനെ ബ്ലോക്ക് ചെയ്യും. വേറെ വഴിയില്ലാതെ ബോൾ ഇസുക്കിക്ക് അങ്ങനെ പാസ് ചെയ്യാണ്. ഇസുക്കി അല്പദൂരം മുൻപോട്ടേക്ക് ഓടി ആ ബോൾ റിട്ടേൺ ആയിട്ട് റിന്നിന് തന്നെ പാസ് ചെയ്യും. അവൻ ഡറായുടെ കൈ അതങ്ങനെ തട്ടി മാറ്റി ബോളുമായിട്ട് കുത്തിക്കും. അടുത്തതായിട്ട് കസുമ എന്ന് പേരുള്ള വേറൊരുത്തൻ അവൻ ചാടി വരും. അവന്റെ എൽബോ ഉപയോഗിച്ച് റിന്നിനെ ഇടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ അങ്ങനെ കുനിഞ്ഞ് അവനെ കറക്കിയെടുത്ത് നിലത്തടിക്കുകയാണ്. ഈഗോയ്ക്ക് പിടികിട്ടും റിന്ന് അവൻ ഭ്രാന്തമായി അവന്റെ ഫ്ലോയിലേക്ക് മാറിയെന്ന്. അതേസമയം ഇത്തോഷി അവന് ഹീറോ. അവനാണെങ്കിൽ ഇത്തോഷി എങ്ങനെ കിക്ക് ചെയ്തോ അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പൊ റിന്നിനെ കാണുമ്പോൾ തോന്നുക. റിന്നാണെങ്കിൽ വളരെ വാൾനറബിൾ ആയിട്ടാണ് ഇപ്പൊ കളിക്കുന്നത്. അവന്റെ തൊട്ട് മുൻപിൽ ഐക്യമാണെങ്കിൽ അവനെ വെല്ലുവിളിച്ച് അവനെ ഡിഫീറ്റ് ചെയ്യാൻ റെഡിയാവും. റിന്നിന്റെ കോപവും വെറിയൊക്കെ ഇപ്പൊ ഐക്യുവിന് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ അവൻ ക്ലോസ് എത്തുമ്പോഴായിരിക്കും അതിന്റെ ആഴം അത് എത്രത്തോളം ഉണ്ടെന്ന് ഐക്യു തിരിച്ചറിയുക. കാരണം അവൻ എങ്ങനെ മൂവ് ചെയ്യുമെന്ന് ഐക്യുവിനും മനസ്സിലാവുന്നില്ല. അടുത്ത നിമിഷം ആ മുടിയൻ ഇപ്പൊ റിന്നിന്റെ അടുത്തേക്ക് വരികയാണ്. ഈ കളിയിൽ ഞാനാണ് ഹീറോ, ഞാനാണ് വിജയം നേടുക എന്ന് പറയും. അതില് നമ്മുടെ റിൻ അല്പം ഒന്ന് പതറും. അത് കാണുമ്പോൾ 50% റിന്നിന്റെ മൂവ്മെന്റ് എന്താണെന്ന് ഐക്യുവിന് മനസ്സിലാവും. ഹീറോ ആണെങ്കിൽ ഇപ്പൊ റിന്നിന്റെ ഒപ്പം ഓടി വന്ന് ആ ബോള് അത് പാസ് ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. റിന്നാണെങ്കിൽ ബോൾ കൊടുക്കാൻ തയ്യാറാവാതെ ആ ബോളിനെ അങ്ങനെ ഹിറ്റ് ചെയ്യുകയാണ്. ഐക്യു അത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ബോൾ ആണെങ്കിൽ തെറിച്ചു പോയി ഓൾ പോസ്റ്റിന്റെ കമ്പിയിലിടിച്ച് അങ്ങനെ റിട്ടേൺ വരികയാണ്. അതൊരു വലിയ ഷോക്കായിരിക്കും എല്ലാവർക്കും. ബോളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഇത്തോഷിയുടെ കാൽക്കൽ വരികയാണ്. ഇത് എന്റെ അവസരമാണെന്ന് പറഞ്ഞ് ആണെങ്കിൽ ഹീറോയെ തട്ടി മാറ്റി ബോളുമായി മുൻപോട്ടേക്ക് പോകും. ആറോ നാഗി അങ്ങനെ ബ്ലൂ ടീമിലുള്ള എല്ലാവരും അണിനിരക്കുമെങ്കിലും ആണെങ്കിൽ ഒരു കടുകുമണി പോലും പതറാതെ മുൻപിലേക്ക് തന്നെ പോകും. അപ്പോഴായിരിക്കും നമ്മുടെ റിന്ന് അവൻ ഓടി വന്ന് സായിയുടെ മുൻപിൽ നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അവർ രണ്ടുപേരും മാത്രം ഇപ്പൊ ആ ഗ്രൗണ്ടിൽ നിൽക്കുന്നതായിട്ട് കാണിക്കും. സായി പറയും, റിൻ നീ വീണ്ടും വീണ്ടും ഒരു മണ്ടനാണെന്ന് തെളിയിക്കുകയാണല്ലോ. നിന്റെ ആവേശ കൂടുതൽ കൊണ്ടാണ് നിനക്ക് ആ ഗോൾ നഷ്ടമായത്. സത്യത്തിൽ റിൻ നീ വേറൊരു വേസ്റ്റ് ആണ്. എന്നെ തകർക്കാനും എന്നെ ഓവർകം ചെയ്യാനും അല്ലേ നീ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയത്. എന്നെ കൊണ്ട് ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. നീ എപ്പോഴും മറ്റുള്ളവരുടെ നിഴലിലാണ് ജീവിക്കുന്നതെന്ന് പറയും. അത് കേട്ട് റിന്നാണെങ്കിൽ വലിച്ചു വിട്ട് കിതച്ച് ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. അപ്പോഴായിരിക്കും റിന്ന് അവൻ തിരിച്ചറിയുക. കാരണം എപ്പോഴും അവൻ ജീവിച്ചതും കളിച്ചതും മുൻപോട്ട് വന്നതും എല്ലാം തന്നെ ഇത്തോഷി സായിയുടെ ബ്രദർ എന്ന ലേബലിലാണ്. അതാണ് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. ഒരു ലേബൽ തകർത്ത് ഞാൻ എന്റെ സെൽഫ് കോൺഫിഡൻസിൽ എന്റെ സ്വന്തം കഴിവിൽ മുൻപോട്ടേക്ക് വരണം, ഞാനൊരു ഈഗോയിസ്റ്റായി മാറണം, ഞാനാണ് സാക്ഷാൽ റിൻ എന്ന് പറഞ്ഞ് ഇപ്പോ പതിയെ ഒരു മോൺസ്റ്റർ ഫേസിലേക്ക് മാറുകയാണ്. അത് കാണുമ്പോൾ സായിക്കും ഒരുപാട് പേടി തോന്നും. സായി ആണെങ്കിൽ വീണ്ടും അവനെ കളിയാക്കുകയാണ്. കൺട്രോൾ പോയ റിന്ന് ഇപ്പൊ ബോൾ തട്ടിയെടുക്കാൻ അവന്റെ അടുത്തേക്ക് വന്ന് രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ മാച്ച്. ബാക്കി എല്ലാവരും മാറി നിന്ന് അവരുടെ മാച്ച് കാണുകയാണ്. ഒരു പോയിന്റിലെത്തുമ്പോ റിൻ ആ ബോളിന് ഒരു കിക്ക് വെച്ച് കൊടുക്കും. അതങ്ങനെ പറന്നു പോവാണ്. അത് കണ്ട് ഐക്യു അവൻ എടുത്തു ചാടി ആ ബോളിനെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുത്ത് ഹീറോ ഇസക്കി അവൻ കാലുമടക്കി ആ ബോളിനൊരൊറ്റ ഹിറ്റ്. ആ ഒരു ഹിറ്റ് ചരിത്രം മാറ്റിക്കുറിപ്പിച്ച് ബ്ലൂ ലോക്കിന് ഒരു വലിയ ഗോള് അവസാന നിമിഷം നേടിക്കൊടുത്തിരിക്കുകയാണ്. ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നവരും എല്ലാവരും ഇപ്പൊ ചാടി എഴുന്നേറ്റ് കരഘോഷം മുഴക്കുകയാണ്.
തുടക്കത്തിൽ U20 ടീം അവർ ഈസി ആയിട്ട് ജയിക്കുമെന്ന് കരുതിയ ഈ ഒരു വലിയ മാച്ചിൽ ബ്ലൂ ലോക്ക് ടീം ജയിച്ചിരിക്കുകയാണ്. U20യുടെ മാനേജറും ചെയർമാനും അവരെല്ലാവരും ഇപ്പോൾ ഒരുപാട് ദേഷ്യത്തിൽ നിലവിളിക്കുകയാണ്. ഇവിടെ ബ്ലൂ ലോക്കിന്റെ മെമ്പേഴ്സ് അവർക്കിതെല്ലാം തന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അവർ സന്തോഷത്തിൽ അങ്ങനെ തുള്ളിച്ചാടും. ഹീറോ ഇസക്കി ആണെങ്കിൽ ഇപ്പോൾ അവന്റെ ടീംമേറ്റ്സ് എല്ലാവരും ചേർന്ന് ഉയർത്തിയെടുക്കുകയാണ്. ഈഗോയ്ക്കാണെങ്കിൽ ഭയങ്കര ആവേശം. അവൻ യാഹൂ എന്നൊക്കെ പറഞ്ഞ് കൈകൊണ്ട് ഇപ്പോഴാണ് വമ്പൻ ആക്ഷനൊക്കെ ഇടുന്നത്. ഇവിടെ ഹീറോയുടെ പാരൻസ്, അവന്റെ ടീംമേറ്റ്സിന്റെ പാരൻസ് അവരെല്ലാവരും ചാരിതാർത്ഥ്യത്തിലും സന്തോഷത്തിലും കൈയടിക്കും. ഇവിടെ മുടിയനാണെങ്കിൽ ഒരുപാട് ദേഷ്യം തോന്നും. അവനാണെങ്കിൽ സായോട് പറയും, നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ആ ബോൾ ഉരുട്ടി കുറെ ടൈം കളഞ്ഞത്? അത് മര്യാദയ്ക്ക് എനിക്ക് പാസ് ചെയ്യായിരുന്നെങ്കിൽ ആ ഗോള് അത് ഞാൻ അടിക്കുമായിരുന്നു. ഈ ഒരു വലിയ വിജയം അത് നമ്മുടേത് മാത്രമാകുമായിരുന്നു. പക്ഷെ ഇപ്പോ നമ്മൾ തോറ്റുപോയി. എല്ലാവരുടെ മുൻപിൽ നമ്മൾ ദാരുണമായിട്ട് പരാജയപ്പെട്ടു. ഇത് നമ്മുടെ വലിയൊരു പരാജയം തന്നെയാണ്. ഇനി നമ്മുടെ ടീം പോലും സസ്റ്റെയിൻ ചെയ്യുമെന്ന് അറിയില്ല. അതിന് സായ് പറയും, ആ സമയത്ത് എനിക്കതിന് കഴിഞ്ഞില്ല. മാത്രമല്ല നീ എന്നിൽ നിന്നും ഒരുപാട് ദൂരത്തായിരുന്നു. മാക്സിമം അത് ഞാൻ ചെയ്തു. പക്ഷെ വിജയം അത് അവർക്ക് പോയി. അതില് ഇനി എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അവൻ കടന്നു പോകും. അത് കേട്ട് മുടിയനാണെങ്കിൽ അവനെ വിളിക്കുകയാണ്. നമ്മൾ തമ്മിലുള്ള ഡീല് അത് നീ മറന്നിട്ടില്ലല്ലോ. നിന്റെ കോണ്ടാക്ട് നമ്പർ അതെനിക്ക് തരണം. ഇവിടെ അരിയോ ആണെങ്കിൽ നമ്മുടെ ഹീറോയെ തൂക്കിയെടുത്തോണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പോഴായിരിക്കും IQ അവനാണെങ്കിൽ യാതൊരു കോംപ്ലക്സും ഇല്ലാതെ ഹീറോയുടെ അടുത്തേക്ക് വന്ന് അവനെ കൺഗ്രാചുലേറ്റ് ചെയ്യും. കൺഗ്രാചുലേഷൻസ്, നീ നല്ല രീതിയിൽ കളിച്ചു. നീ മാത്രമല്ല നിന്റെ ടീമിലുള്ള എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്നതിലും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തു. അതുകൊണ്ട് തീർത്തും നിങ്ങളത് ഡിസർവ് ചെയ്യുന്ന ഒരു വിജയമാണ്. ഹീറോ ആണെങ്കിൽ പറയും, ഇത് ആക്ച്വലി 90 മിനിറ്റിൽ എൻ്റെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് ദൈവം തന്ന വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഒരുപക്ഷെ ലക്കായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കഷ്ടപ്പാടിന്റെ ഫലമായിരിക്കാം. അതെന്താണെങ്കിലും ഞാനതിൽ 100% ഹാപ്പിയാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ ഷേക്ക് ഹാൻഡ് ചെയ്യും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് റിന്ന് അവൻ ഒരുപാട് ദേഷ്യത്തിൽ പല്ലൊക്കെ കടിച്ച് അങ്ങനെ കലിപ്പിൽ നിൽക്കുകയാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് സായ് റിന്നിന്റെ അടുത്തേക്ക് വരും. ഐ എം സോറി, എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റി. ഞാൻ പറഞ്ഞത് ഈ ലോകത്തിന് ഒരിക്കലും, അല്ലെങ്കിൽ ഈ ജപ്പാൻ ഒരിക്കലും ഒരു നല്ല സ്ട്രൈക്കറിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. പക്ഷേ അതിലിപ്പോൾ എനിക്ക് ഒരല്പം സംശയമുണ്ട്. ഒരു നല്ല സ്ട്രൈക്കറിൻ്റെ എല്ലാ ക്വാളിറ്റീസും നിന്റെ ടീമിലുള്ള അവന് ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ഹീറോയെ ചൂണ്ടിക്കാണിക്കും. അവനൊരു ഈഗോയിസ്റ്റായി മാറി, അതാണ് അവന്റെ വിജയം എന്ന് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഹീറോ ആണെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ അത്രയും വലിയൊരു വിക്ടറി കൊടുത്തതുകൊണ്ട് തന്നെ ഒരുപാട് ചാനൽസ് ഒക്കെ അവന്റെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് തുടങ്ങും. ഹീറോ അവൻ ചെറുപ്പം മുതൽ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നാണ് ഇവിടം വരെ എത്തിയെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. ഹീറോ ആണെങ്കിൽ ഇപ്പൊ അവരോട് എല്ലാവരോടായിട്ട് പറയും, ജപ്പാന്റെ ഈ 120 മാച്ച് അത് വേൾഡ് കപ്പ് അടിക്കാനുള്ള എന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അത് കേട്ട് ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും ഭയങ്കരമായിട്ട് ഹീറോയിൽ ഇംപ്രസ്ഡ് ആവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ബ്ലൂ ലോക്ക് ടീം അവരാണെങ്കിൽ ജനങ്ങളോട് താങ്ക്സ് പറഞ്ഞ് ഗ്രീൻ റൂമിലേക്ക് വരും. ഈഗോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവനത് ടീംമേറ്റ്സിന്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്യും. അതിനുശേഷം അവരോട് പറയും, ഇതൊരിക്കലും നിങ്ങളുടെ ഫുട്ബോൾ കരിയറിലെ ഒരു പീക്കായിട്ടുള്ള അച്ചീവ്മെന്റ് അല്ല. ഒരു കാരണവശാലും ഇതോടുകൂടെ നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ ആയി എന്നുള്ള ചിന്ത വരാൻ പാടില്ല. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങൾക്കിനി പിൻവാങ്ങാനുള്ള യാതൊരു വോയിസും ഇല്ല. വലിയ വലിയ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു കിടക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോ ആണെങ്കിൽ ഇപ്പൊ റിന്നിന്റെ അടുത്തേക്ക് വന്ന് അവനോട് താങ്ക്സ് പറയാണ്. താങ്ക് യു വെരി മച്ച്. ആക്ച്വലി നീ കാരണമാണ് എനിക്ക് ആ ഗോൾ അടിക്കാൻ കഴിഞ്ഞത്. എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ ഇപ്പൊ തിരിഞ്ഞു നടക്കും. അതിന് റിന്നാണെങ്കിൽ അവനെ വിളിച്ച് അവനോട് ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും നീ ചെയ്ത ഈ തെറ്റ് ഞാൻ മറക്കില്ല. ഇതിന് തീർച്ചയായിട്ടും നീ അനുഭവിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത കൊനുഗാമി അവനാണെങ്കിൽ വീണ്ടും ആ ബ്ലൂ ലോക്ക് ടീമിലേക്ക് വരികയാണ്. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ഏതോ ഒരുത്തിന് ഒരു കോള് വരികയാണ്. അവൻ കോൾ അറ്റൻഡ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡിലുള്ള ആള് പറയും, ബ്ലൂ ലോക്ക് നിങ്ങൾ തല കുനിക്കാൻ സമയമായി. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.